അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിൽ കണ്ണറവിള ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തിയത് ജൂൺ മാസത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നിരുന്നത്. അച്ഛൻ്റെ കൂടെയാണ് ഇവിടെ വന്നത്. എന്നാൽ ആദ്യമായി കൃപാസനത്തിലെത്തിയപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ചന്തയിൽ പോയി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. കാരണം എനിക്ക് ഇതൊരു പള്ളിയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ 1 ഇയർ കൊണ്ട് ഞാൻ പള്ളിയുമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നടന്നിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. പിന്നെ പള്ളിയിൽ ഒരു ആവശ്യത്തിലും ഞാൻ പോയിട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്, ഞാൻ 2 വർഷമായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഞാൻ B1 എക്സാം പാസ്സായി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് B2 പാസ്സാകാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെയായിരുന്നു അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നേ. പപ്പ ഉടമ്പടി എടുത്തു, പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ എടുക്കാണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി തന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കാണുക, മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതായിട്ട്. ഞാൻ തൊട്ടടുത്ത മാസം തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിരുന്നത്. ഞാൻ എക്സാമിനും പ്രിപ്പയർ ആവുന്നുണ്ട്, ഞാൻ ഇതും കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് വളരെ ടെൻഷനായി. മാതാവേ, എൻ്റെ കൂടെ നീ ഇല്ലല്ലോ, ഞാൻ എങ്ങനെ നിന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ടെൻഷൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായി. ഞാനങ്ങനെ രാത്രി എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ മാതാവിനോട് കൂടുതലായിരുന്നു പ്രാർത്ഥിച്ചു. ബൈബിളൊക്കെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചു, നീ ഉടമ്പടി എടുക്ക്, ഞാൻ നിൻ്റെ കൂടെ തന്നെ തിരിച്ച് വരാം. ഞാനങ്ങനെ എക്സാം എഴുതി. പിറ്റേ മാസമായിരുന്നു എക്സാം, ജൂലൈയിൽ എക്സാം ആയിരുന്നു. ഞാൻ വളരെ ഭംഗിയായിട്ട് അവിടെ പോയി എക്സാം എഴുതി തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ മാസം, അതായത് സെപ്റ്റംബർ 1 തീയതി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തു. പിന്നെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അടുത്ത് കാണുകയാണ്, എൻ്റെ എക്സാമിന് ഞാൻ എഴുതിയ 2 റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഗ്രേ കളറിലുള്ള ഒരു മാതാവ് പാക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതായിട്ട്. ഞാനിതെല്ലാം പപ്പയെടുത്ത് പറഞ്ഞു, അമ്മയെടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞു, എല്ലാ മാസവും 1 തീയതി കൃപാസനത്തിൽ ഇനി മുതൽ പോകണം, എല്ലാ മാസവും നീ അവിടെ പോയി പ്രാർത്ഥിക്കണം. അതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും ഇവിടെ എല്ലാ മാസവും എല്ലാ മാസവും ഫസ്റ്റ് ഞാൻ ഇവിടെ വരാറുണ്ട്. അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസന പത്രം മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കാശ് രൂപമായിട്ട് ഇവിടെ സ്റ്റോളിൽ കിട്ടുന്ന കാശ് രൂപവും ജപമാലയും മേടിച്ച് ഞാൻ ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനും കൂടെ ആയിരുന്നു. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് മേടിച്ചുകൊണ്ട് കൊടുത്തു. അവരുടെ അടുത്ത് ഇതേപോലെ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ അവരുടെ ഷെയർ ചെയ്തു. പിന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 വിഷയം എനിക്കതിൽ കിട്ടിയായിരുന്നു. പിന്നെയും എനിക്കൊരു മോഡ്യൂൾ എനിക്ക് വീണ്ടും പെൻഡിങ്ങിൽ കിടക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ മാതാവേ, ഒരു ഡേറ്റ് എങ്ങനെയെങ്കിലും എനിക്ക് എടുത്തു തരണമേ എന്ന്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ ഏജൻസിമാരെ ഞാൻ ഇതേപോലെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറയുന്ന നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ്. എൻ്റെ കൈവശം ആ ഒരു എമൗണ്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, ഇത്രയും ബൾക്ക് എമൗണ്ട് എൻ്റെ ഇല്ല, എനിക്കൊരു ഡേറ്റ് എങ്ങനെയെങ്കിലും അമ്മ മാതാവ് എടുത്തു തരണമെന്ന്. ഞാനങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ സൈറ്റിൽ ഗോവിത്തയുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ കൊൽക്കട്ടയിൽ എനിക്ക് വേണ്ടി ഒറ്റ സ്ലോട്ട് ഓപ്പണായി കിടന്നു. ഞാൻ അതിന് ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ എക്സാമിന് എനിക്ക് 5000 രൂപ മാത്രമേ എനിക്ക് എക്സാം ഫീ ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ പോകുന്നതെല്ലാം ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. അളിയൻ തന്നെ എനിക്ക് ടിക്കറ്റെല്ലാം എടുത്തു തന്നു. ഞാൻ പോയി എക്സാം എഴുതാൻ വേണ്ടി ഹാളിൽ കയറിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് എനിക്ക് കൈവശം ഇല്ലായിരുന്നു. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ എക്സാം എഴുതാൻ അനുവദിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ കാശ് രൂപവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ മാനേജറിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടു. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്പോർട്ടിൻ്റെ കോപ്പി പോലും കാണിച്ചാൽ എന്നെ പരീക്ഷയ്ക്ക് അനുവദിക്കത്തില്ല, എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് കാണിക്കണം. അപ്പോൾ എൻ്റെ അടുത്തെൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ID കാർഡാണ്. ID കാർഡിലും എൻ്റെ ഫുൾ നെയിം അല്ല. അപ്പോൾ അവർ പറഞ്ഞു, എക്സാം എഴുതാൻ പറ്റത്തില്ല,
ഇത്രയും എക്സ്പെൻസായിട്ട് ഞാൻ അവിടെ പോയതാണ്, പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്ന് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, നീയാണ് എനിക്ക് ഈ ഡേറ്റ് തന്നത്, നീ തന്നെ എനിക്ക് ഈ എക്സാം എഴുതി തരണം, എന്നെ പാസ്സാക്കുകയും വേണമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ഞാൻ ഇതേപോലെ കാര്യം പറഞ്ഞു, എൻ്റെ ഈ ഒരു ഐ ഡി പ്രൂഫേ ഉള്ളൂ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഈ ഐ ഡി പ്രൂഫ് വെച്ച് നിനക്ക് പരീക്ഷ എഴുതാം, പക്ഷേ നിൻ്റെ പേര് കൺവെർട്ട് ചെയ്യണം, അതിന് 2500 രൂപ നീ അടയ്ക്കണമെന്ന്. ഞാനങ്ങനെ ആ എമൗണ്ട് അവിടെ അടച്ചു, പരീക്ഷ എഴുതി. പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ വരെ ഞാൻ എക്സാമിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വളരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഈ എക്സാമിനോട്ട് പ്രിപ്പയർ ആവാൻ വേണ്ടി. ഞാൻ അങ്ങനെ മാതാവിനടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യനും എനിക്ക് മുൻകൂട്ടിയായി പറഞ്ഞു തരണേന്ന്. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ചെവിയുടെ ബാക്കിലായിട്ട് വന്നിരുന്ന് മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ഒരു 2 ടോപ്പിക്ക്. ആ 2 ടോപ്പിക്ക് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോയിട്ടുള്ളൂ. ഞാൻ എങ്ങനെയാണെന്നറിയത്തില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആ ഒരു ടോപ്പിക്ക് മാത്രമേ അതിനകത്തുള്ളൂ. ഞാനത് നല്ല വൃത്തി അവിടെ പ്രസൻറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് വന്നതും മാതാവ് ഇങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു തരുന്ന ആ സർട്ടിഫിക്കറ്റ് പാക്ക് ചെയ്ത് അയക്കുന്നതായിട്ട് എനിക്ക് ദർശനം ഉണ്ടായി. അങ്ങനെ ഞാൻ എക്സാമും പാസ്സായി. ഞാൻ അടുത്ത് നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കണം. ഏജൻസിയെ കണ്ടുപിടിക്കാൻ ഞാൻ ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഏജൻസി കൊള്ളായിരിക്കും, എങ്ങനെ പോകണം, എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത്തെ, നീ 4 മോഡ്യൂൾ നീ പാസ്സായല്ലോ, നിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരിങ്ങോട്ടൊരു ഓഫർ വെച്ചായിരുന്നു. അത് അവരെ കൊണ്ട് മാതാവ് പറയിപ്പിച്ചതായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനങ്ങനെ അവരെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഈ ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഫസ്റ്റ് ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ. പക്ഷേ ഞാൻ സെലക്റ്റായി. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ എൻ്റെ നാവിൽ തന്നെ ഉടമ്പടി ഉപ്പും നെറ്റിയിൽ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ കയറി. അവരെൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. നല്ലൊരു പോയിൻ്റോടെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാനും പറ്റി. പിന്നെ അവരെനിക്ക് കോൺട്രാക്റ്റ് തന്നായിരുന്നു. കോൺട്രാക്റ്റ് തന്നപ്പോൾ എനിക്ക് അതിലെൻ്റെ അഡ്രസ്സും പിന്നെ എൻ്റെ പേരും കുറച്ച് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വന്നിട്ട് എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് വന്നിട്ട് ചേഞ്ചായിട്ടാണ് കിടന്നത്. അത് ഞാൻ കയറാത്ത ഓഫീസുകളില്ല ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. എനിക്ക് നടന്നില്ല. അത് പ്ലേസ് ഓഫ് ബർത്ത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ ഒരു ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നത് നീയാണ്, നീ തന്നെ എനിക്ക് എൻ്റെ വിസ പ്രൊസീജിയറിൽ എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ വിസയ്ക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും വെച്ച് ഇങ്ങനെ കുരിശ് വരച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. എനിക്കവിടെ ഭംഗിയായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാവേ, 14-ാം തീയതിക്ക് മുന്നേ, അതായത് എനിക്ക് മാർച്ച് 6-ാം തീയതിയായിരുന്നു എൻ്റെ VFS അപ്പോയിൻമെൻറ്റ്. എനിക്ക് 14-ാം തീയതിക്ക് മുന്നേ തന്നെ എൻ്റെ പാസ്പോർട്ട് വിസ പ്രിൻ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ കിട്ടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ വിസ 14-ാം തീയതി തന്നെ എനിക്ക് കൊറിയർ ചെയ്തെന്ന് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. പക്ഷേ എനിക്ക് അത് ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കൊറിയർ ഓഫീസിൽ നിന്നായിരുന്നു അത് മെസ്സേജ് വന്നത്. ഞാൻ അതുകൊണ്ട് വലിയ കാര്യമൊന്നും വച്ചില്ല. പിന്നെ 15-ാം തീയതി എനിക്കവിടെ കൊറിയർ ഓഫീസിൽ നിന്ന് കോള് വന്നു, ഇതേപോലെ വിസ വന്നിട്ടുണ്ട്, കളക്ട് ചെയ്യാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപവും പിടിച്ച് വിസ കളക്ട് ചെയ്യാൻ പോയി. ഞാൻ വിസ കളക്ട് ചെയ്തു വീട്ടിൽ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അതിനെ ഞാൻ ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ വെറും ബ്ലാങ്ക് സ്പേസ് ആയിരുന്നു എനിക്ക് പാസ്പോർട്ടിൽ കണ്ടേ. അപ്പോൾ ഞാൻ വീണ്ടും പേടിച്ചു. അത് അമ്മേ മാതാവേ, എനിക്ക് ഇതിന് വേണോ നീ എനിക്ക് ഇത്രയും ദൂരെ എന്നിട്ട് ഓട്ടിച്ചേ. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പാസ്പോർട്ടിൻ്റെ ബാക്കി പേജസുകളും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ
അതിൻ്റെ തൊട്ടടുത്ത പേജിൽ തന്നെ എൻ്റെ വിസ അടിച്ച് വച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ പിള്ളേർക്കും നല്ല വെയിറ്റ് ചെയ്തിട്ടായിരുന്നു വിസ വന്നത്. അവർക്ക് 2 ആഴ്ച പിടിച്ചപ്പോൾ എനിക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ അവരെല്ലാവരും അവർക്ക് 15-ാം തീയതി തൊട്ട് വിസ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഏപ്രിൽ 1-ാം തീയതി തൊട്ടേ വിസ ഉള്ളൂ. അത് മാതാവായിട്ട് തന്നെ എന്നെ ഡിലേ ആക്കിയതെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ 2nd ഡേയാണ് വരുന്നത്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വന്നിട്ടും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഇന്നായിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ മാതാവ് അനുവദിച്ചത്. കാരണം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ അന്ന് ബുധനാഴ്ച വന്നപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു, സിസ്റ്ററെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ, ഞാൻ ഇവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് പൊക്കോട്ടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമല്ലോ, എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് മാതാവ് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇന്ന് നീ പറയുന്നുണ്ടോ അതോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നീ പറയുന്നുണ്ടോ എന്ന്. അപ്പോൾ 2-3 വട്ടം സിസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയും, വേണ്ട സിസ്റ്ററെ, ഞാൻ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പറയാം, അതായിരിക്കും ഉചിതമെന്ന് പറയും. കാരണം എൻ്റെ കയ്യിൽ 60,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ പോയി ഫ്ലൈറ്റ് ടിക്കറ്റിന് സൈറ്റുകളിലെല്ലാം കയറി നോക്കുക. എല്ലാ സൈറ്റിലും കാണിക്കുന്ന എല്ലാം 1 ലാഖിന് പോവും. ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വിസ അടിച്ച് തന്നത് നീയാണല്ലോ, എനിക്കൊരു ടിക്കറ്റും കൂടെ അങ്ങ് നീ എന്നെ എടുത്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഒരു ഏജൻസി, അതായത് VFS ഓഫീസിൽ പോയപ്പോൾ തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് വരിക, ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ വീണ്ടും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഇതേപോലെ പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിന് 55,000 രൂപ ആവുന്നുള്ളൂ, കണക്ഷൻ ഫ്ലൈറ്റാണ്, അത് 1-ാം തീയതി തന്നെ നിനക്ക് അവിടെ എത്താനും പറ്റും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എൻ്റെ മാനേജറിന് വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു, സാർ ഇതേപോലെയാണ് കാര്യം, ഞാനത് ബ്ലോക്ക് ചെയ്യട്ടെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരനും പറഞ്ഞു, കുഴപ്പമില്ല, 1-ാം തീയതി അവിടെ ഒന്നും പഠിപ്പിക്കത്തില്ല, നീ 2-ാം തീയതി ക്ലാസ്സിന് കയറാൻ വന്നാൽ മതിയെന്ന് പറയും. ഞാൻ അങ്ങനെ ആ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ 1-ാം തീയതി കയറി പോവുകയാണ് ജർമ്മനിയിലോട്ട്. നേഴ്സിങ്ങിനാണ് പോകുന്നത്, പഠിക്കാൻ വേണ്ടി. 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ആണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് പത്രവും പിന്നെ കാശിരൂപവും ജപമാലയെല്ലാം മേടിച്ച് ബാക്കി, അതായത് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന എൻ്റെ ഓണാവസരത്തും പിന്നെ ക്രിസ്മസിനൊക്കെ ഞാൻ ഡ്രസ്സുകൾ മേടിച്ച് ഓൾഡ്-ഏജ് ഹോമുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓരോ എക്സാമും പാസ്സായപ്പോൾ ഞാൻ ഓൾഡ്-ഏജ് ഹോമിൽ തന്നെ ഞാൻ ഒരു ദിവസത്തെ ഫുഡ് ഞാൻ മേടിച്ചു കൊടുത്തു. ഇതെല്ലാം അനുഗ്രഹം തന്ന ദൈവകുമാരനും അമ്മ മാതാവിനും 1000 നന്ദി. പ്രഭാഷകൻ 11:17. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തരിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല, അവിടുന്ന് എപ്പോഴും അവരെ അനുഗ്രഹിക്കും. രഞ്ജിത്ത് ഇവിടെ വരുന്ന സംഭവം ഒരു സ്വപ്നം കണ്ടപ്പോഴാണ്. മാതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കാണുന്നു. അമ്മയെ വീട്ടിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടെയാണ് രഞ്ജിത്ത് ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത്. പിന്നെയും ദർശനം കാണുന്നു, അമ്മ വീട്ടിലേക്ക് വരുന്നു. പിന്നീട് ഓരോ സമയം അമ്മ ദർശനത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊക്കെ പഠിച്ചു പോകണം. പഠിച്ചു പോകുന്നത് തന്നെ എക്സാമിൽ വരുന്നു, അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവസാനവും പറഞ്ഞത് 60,000 രൂപയേ ഉള്ളൂ, അതിന് പറ്റിയ രീതിയിലൊരു ഫ്ലൈറ്റ് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ കാണിച്ചു തരുന്നു. യോഹന്നാൻ 2:5, അവൻ പറയുന്നത് ചെയ്യുവൻ. ഇവിടെ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവകൃപ ശാശ്വതമായ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.